ഇതാണ് അന്നത്തെ കാലത്തെ ഒരു വലിയ കുടുംബത്തിൻ്റെ ഒരു വീട്. ചാണകവും മണ്ണും ചേർത്ത് മെഴുകിയ ഭിത്തികളും കരിങ്കല്ലിൽ തീർത്തിട്ട് അതിന് ഉള്ളിലൂടെ പലകയിട്ട് തടിയിട്ടിട്ട് അതിന് മുകളിൽ പുല്ലിട്ട് നിർമ്മിച്ചിരിക്കുന്ന മേൽക്കൂരകളുമൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ഒരു നാലുകെട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ വെള്ളം ഒഴുകി വരാനുള്ള കരിങ്കല്ലിൽ തീർത്ത പൈപ്പുകൾ. നാലുകെട്ട് മോഡലിലുള്ള ആ ഒരു പ്രധാന വീടിൻ്റെ ഉള്ളിലാണ് ഞാനുള്ളത്. കരിങ്കല്ലിൽ തീർത്ത തൂണുകളും മുകളിലേക്ക് കയറാനുള്ള നടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ഇനി എനിക്ക് 6 കിലോമീറ്ററാണ് സൈക്കിള് ചവിട്ടി പോകേണ്ടത്. ഇപ്പോൾ കാറ്റ് കുറവുണ്ട്. ഈ പ്രദേശത്ത് കാറ്റ് തീരെ കുറവാണ്. പക്ഷേ നമ്മൾ വന്ന വഴിയിലെല്ലാം ശക്തമായിട്ട് കാറ്റടിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ക്ഷേത്രവും അതിനോട് ചേർന്നുള്ള ആ ഒരു വലിയ കെട്ടിടവുമാണ്. നമ്മൾ ഈ വഴിയെ ഉള്ളിലേക്ക് വന്നതാണ്. പഴയ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെയാണ് നമ്മുടെ യാത്ര. ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കാളവണ്ടിയോ ഒട്ടകത്തിൻ്റെ വണ്ടിയോ ഒക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായ ഒരു മരുഭൂമിയുടെ പ്രകൃതി. അങ്ങകലെയൊക്കെ മണൽ നിറഞ്ഞ മരുഭൂമി നമുക്ക് കാണാൻ പറ്റും. അതിന് തൊട്ടിപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുക മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന മരുഭൂമിയാണ്. അതിനുശേഷം വീണ്ടും മണലാരണ്യം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങോട്ടേക്കെല്ലാം മണലാരണ്യമാണ്. താർ മരുഭൂമിയുടെ ആ വലിയ വിശാലതയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുക. അതിന് നടുവിലായിരുന്നു ഈ കുൽദാര എന്ന ആ മനോഹര ഗ്രാമം. പക്ഷേ 19-ാം നൂറ്റാണ്ടിൽ നശിപ്പിക്കപ്പെട്ട ആ ഗ്രാമത്തിൻ്റെ ആ കാഴ്ചകളാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇത്രയും വലിയൊരു പ്രദേശം പല കാലങ്ങളിലായിട്ട് നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഇവിടം വിട്ടുപോയ ബ്രാഹ്മണന്മാരും അതോടൊപ്പം തന്നെ ഇവിടെ നശിപ്പിച്ച ആ ഒരു രാജവംശവും ഇപ്പോൾ പല ഭാഗങ്ങളിലായിട്ട് ചിതറിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ശരി, ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒരാളെൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.